നമസ്കാരം ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന 2 നില വരുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈനുള്ള ഈ ഒരു വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട്. വില്ല പ്രോപ്പർട്ടീസ് വരുന്ന ഒരു വീട് തന്നെയാണ് ഈ ഒരു വീട്. നമുക്ക് തൊട്ടടുത്തായിട്ട് വില്ല പ്രോപ്പർട്ടീസൊക്കെ നമുക്കിങ്ങനെ ഉണ്ട്. അപ്പോൾ തൊട്ടടുത്തൊക്കെ എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും നമുക്ക് ആൾ താമസമൊക്കെ തുടങ്ങിയ ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു വീട്. നമുക്ക് കറക്റ്റ് സ്ഥലം എൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തിരുമലയ്ക്ക് സമീപം പെരുകാവ് എന്നുള്ള സ്ഥലത്താണ് നമുക്കിത് വരുന്നത്. മെയിൻ റോഡിൽ നിന്നൊരു 350 മീറ്റർ മാത്രം മാറിയിട്ട് നമുക്ക് ഇത് പണി ചെയ്ത് തീർത്ത മനോഹരമായൊരു വീടാണ്. നമുക്ക് എക്സ്റ്റീരിയർ ലുക്കൊക്കെ നല്ല ഒരു കണ്ടംപററി ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇൻറ്റീരിയറും കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇടിലം വീടാണ് ഇത്. അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്റും സ്ക്വയർ ഫീറ്റും ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമും 4 അറ്റാച്ച്ഡ് ബാത്റൂമും ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായൊരു വീടാണ് ഈ കാണുന്നത്. ഫ്രണ്ടിൽ നല്ല നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ നമുക്ക് 5 മീറ്റർ വീതിയുള്ള നമുക്ക് റോഡ് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. ടാറിട്ട റോഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് പുതുതായിട്ട് തുടങ്ങിയ തിരുമല രാമചന്ദ്ര ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അവിടെ നിന്ന് നമുക്കൊരു 5 മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ. 5 മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീട്ടിലോട്ട് വരാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിൽ തന്നെയാണ് ഇരിക്കുന്നത്. മെയിൻ സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസിനകത്ത് മാത്രമാണ് വീട് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഈ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനടുത്ത് അല്ലെങ്കിൽ എയർപോർട്ടിനൊക്കെ അടുത്ത് വീടൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് 20-25 മിനിറ്റ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ ഈ ഒരു പറഞ്ഞ സ്ഥലങ്ങളിൽ എത്താനായിട്ട്. അപ്പോൾ അത്രയും അടുത്തായിട്ട് നമുക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ്. നല്ല മനോഹരമായൊരു വീട്. നമുക്ക് നല്ല ലാൻഡും കാര്യങ്ങളൊക്കെ നല്ല തറയാണ്. ലോറി സൈറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ വീടിനെ കുറച്ച് ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. പിന്നെ ഇൻറ്റീരിയറിലോട്ട് നമുക്ക് പോകാം. ഇൻറ്റീരിയലൊക്കെ നല്ല മനോഹരമായി ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ വീടിന് വന്നിട്ടുണ്ട്. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടെ പണിതിരിക്കുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ഈ ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ എൻട്രൻസ് വരുമ്പോഴത്തേക്കും എത്ര വലിയ വണ്ടികളായാലും നമുക്കിവിടെ നിന്ന് നമുക്ക് സുഖമായിട്ട് അകത്തോട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വൈഡായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. കാണുന്ന പോലെ ഫ്രണ്ട് ആ ഗേറ്റ് നമുക്ക് സ്ലൈഡിങ് ഗേറ്റാണ്, ഫോൾഡിങ് ഗേറ്റും കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന മനോഹരമായ വീട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ എല്ലാ കസ്റ്റമേഴ്സിന് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസോടെ നമുക്ക് കിടക്കാം. ഈ കാണുന്ന പോലെ തന്നെ ഫ്രണ്ടേജ് എല്ലാം തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വെച്ച് നല്ല മനോഹരമാക്കി ചെയ്ത് തീർത്തിരിക്കുന്ന ഒരു ഏരിയയാണ് ഈ കാണുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കൂടാതെ പൈപ്പ് കണക്ഷന് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. കവേർഡ് കാർ പാർക്കിംഗ് നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെ നൽകിക്കൊണ്ട് നല്ലൊരു ഡിസൈൻ, നല്ലൊരു ലുക്കിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനൽ നമുക്ക് ഫോൾ സീലിങ്ങിൽ നിന്ന് നമുക്ക് തൊട്ട് താഴെ വരെ നമുക്കത് ചുമറിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് ആ പ്രൊഫൈൽ ലൈറ്റ് ചാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കവേർഡ് കാർ പാർക്കിൻ്റെ അത് എത്ര ഒരു വലിയൊരു SUV കോമ്പാക്റ്റൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും നമുക്കൊരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. എക്സ്റ്റീരിയർ ലുക്ക് നമുക്ക് നോക്കുമ്പോഴത്തേക്കും സ്പോട്ട് ലൈറ്റും നമുക്ക് ഇതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം നൽകിക്കൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കണ്ടംപററി ഡിസൈൻ കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ടാണ് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും എല്ലാം നമുക്ക് ഡെക്കറേഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലോട്ട് നമുക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സൺഷൈഡിൽ നിന്ന് തന്നെ നമുക്ക് ഇതുപോലെ നമുക്കൊരു പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം കൊടുത്തിട്ടുണ്ട്. വെട്ടുകല്ലിൻ്റെ മോഡൽ വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ് ഈ ഒരു സൈഡ് നമുക്ക് ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. 8x4 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് ഈ കാണുന്ന ഫ്രണ്ട് സിറ്റ് ഔട്ട് നമുക്ക് ഗ്രാനൈറ്റ് ആണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. തറയിൽ ഫ്ലോറിംഗ് എല്ലാം ഗ്രാനൈറ്റ് ആണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വുഡൻ പാനൽ പോലെ വരുന്ന ഈ ഒരു സംഭവം യൂസ് ചെയ്തുകൊണ്ടാണ് അതിൽ സ്പോട്ട് ലൈറ്റ് നൽകിക്കൊണ്ടാണ് ഇതിൻ്റെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ് മുഴുവൻ നമുക്ക് വന്നിരിക്കുന്ന പ്ലാവിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വൈഡായിട്ടാണ് ഈ ഒരു പ്ലാവിൻ തടിയിൽ യൂസ് ചെയ്ത ഈ ഒരു ഡോറ് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ബ്ലാക്ക് ഒരു മാറ്റ് ഫിനിഷ് ബ്ലാക്കിൽ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിലാണ്, ലോങ് ഹാൻഡിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീണ്ടും ലീവിങ് ഏരിയയിലോട്ട് പോകാം. സിറ്റൗട്ടിൽ നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാം.
സിറ്റ് ഔട്ട് നമുക്ക് ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും ഈ ഒരു ലീവിങ് ഏരിയ ഇത്രയും വൈഡായിട്ടുള്ള മനോഹരമായിട്ടുള്ള ലീവിങ് ഏരിയയാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. 20x12 നമുക്ക് ലീവിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. 20x12 ലീവിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. അത് നല്ല രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലീവിങ് ഏരിയ തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് വരുമ്പോഴത്തേക്കും കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ഇവിടുത്തെ TV യൂണിറ്റ് ഏരിയയാണ് ഈ കാണുന്നത്. ബാക്കിൽ വരുമ്പോഴത്തേക്കും നമുക്ക് വാൾ പാനലൊക്കെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ല മനോഹരം അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ ഇവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒക്കെ നമുക്ക് താഴെ നൽകിക്കൊണ്ട് തന്നെയാണ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിയൊരു TV ഒക്കെ മൗണ്ട് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോർണറിൽ നോക്കുമ്പോൾ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗം വരുമ്പോഴത്തേക്കും ഈ ഒരു ലുക്കിൽ നമുക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ സ്പേസ്. 16x10 നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഡൈമെൻഷൻ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് അവിടെ നിന്ന് കണ്ടിന്യൂ ആയിട്ട് വരുന്ന കജേരയുടെ ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിതുപോലെ പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് ഫോൾ സീലിംഗിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതുപോലെ നമുക്ക് വുഡ് പാനൽ പോലത്തെ ഒരു വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായിട്ട് കൊടുത്ത് നമുക്ക് മനോഹരമാക്കി ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഭാഗത്തു നിന്ന് മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ലോങ് ഓപ്പൺ സ്പേസ് ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു ഓപ്പണിംഗ് വന്നിട്ടുള്ളത് നമുക്ക് ടെറാക്കോട്ട മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഫർഗോള മോഡലാണ്. അവിടെ നമുക്ക് ഫാൻസി ലൈറ്റൊക്കെ ജസ്റ്റ് ഡെക്കറേഷനായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു ഫർഗോള മോഡൽ പോലത്തെ രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ താഴോട്ട് വീടിനകത്തോട്ട് കിട്ടാനായിട്ട് അടിപൊളിയായിട്ട് സഹായിക്കുന്ന ഒരു സ്പേസാണത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ള ഏരിയ, അവിടെ നമുക്ക് പെബിൾസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ 4 ചുറ്റും നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചാനൽ കൊടുത്ത് അങ്ങനെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ കാണുന്നത്. തൊട്ട് മുകളിലായിട്ട് ഗ്ലാഡിംഗ് ടൈൽസ് ഒക്കെ യൂസ് ചെയ്ത് വരുന്ന ഒരു ഏരിയ ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിന് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ക്ലോസ് ചെയ്ത് നല്ല മനോഹരമാക്കി സ്റ്റോറേജ് സ്പേസ് ആക്കി എടുത്തിട്ടുള്ള ഒരു ഏരിയ അവിടെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയുടെ വാഷിംഗ് ഏരിയ ആണ് ഇവിടെ വരുന്നത്. വാഷ് കൗണ്ടർ ഏരിയ ആണ് ഈ കാണുന്നത്. ഗംഭീരമായിട്ടൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തീർത്തിരിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ വാഷ് കൗണ്ടർ ഏരിയ. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് തന്നെയാണ് നമുക്ക് ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ഈ ഗ്ലാസ് കാര്യങ്ങളെല്ലാം സ്മാർട്ട് ഗ്ലാസ് ആണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു വേറൊരു ഡിസൈൻ മോഡൽ ഡിസൈനൊക്കെ കൊടുത്തുകൊണ്ട് ആപ്റ്റായിട്ട് വരുന്ന ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം കവർ ചെയ്തിരിക്കുന്നത്. താഴെ വരുമ്പോഴത്തേക്കും സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഒരു വ്യൂ വരുന്നത്. നമുക്ക് നേരെ ഇനി വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. ഓപ്പൺ ഏരിയ ആണ് കിച്ചൺ വരുന്നത്. നമുക്ക് സ്റ്റീലിൽ ചെയ്തിരിക്കുന്ന കുറച്ച് കമ്പികളൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ നമുക്ക് 2 സൈഡിലായിട്ട് കാണാൻ പറ്റും. അവിടെയൊക്കെ നമുക്ക് സാധനങ്ങൾ നമുക്ക് ഈ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ആ ഒരു ഏരിയ. ഫാൻസി ലൈറ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. നേരെ കിച്ചണാണ് ഈ കാണുന്നത്. 10x10 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു കിച്ചൺ. മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് ആണ് ഇവിടെ ഫ്ലോറിംഗ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണെല്ലാം തന്നെ നല്ല മോഡുലാർ രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം പണിതിട്ടുള്ളത്. കബോർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. താഴെ മുകളിലായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. സ്മാർട്ട് സിങ്കാണ് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ നോക്കുമ്പോഴത്തേക്കും പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെ യൂസ് ചെയ്ത് നല്ല മനോഹരമായി തീർത്തിരിക്കുന്ന ചെറിയൊരു ഓപ്പൺ കബോർഡ് പോലത്തെ ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ചിമ്മിനിയും കാര്യങ്ങളൊക്കെ ഹോബും ചിമ്മിനി നമുക്കിവിടെ ഓൾറെഡി ബിൽഡാണ്. നമുക്ക് മോഡുലർ കിച്ചൺ അകത്ത് പ്രൊഫൈൽ ലൈറ്റ് ചാനലൊക്കെ നൽകിക്കൊണ്ട് നല്ല മനോഹരമാക്കിയിരിക്കുന്ന ഏരിയ. കിച്ചണോട് ചേർന്ന് നിൽക്കുന്ന വർക്ക് ഏരിയയിലോട്ട് നമുക്കിനി പോകാം. വർക്ക് ഏരിയ നമുക്ക് വരുമ്പോഴത്തേക്കും 10x4 ഡയമെൻഷൻ വരുന്ന വർക്ക് ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് കിച്ചണിൽ തന്നിരിക്കുന്ന അതേ ടൈൽസും കാര്യങ്ങളും ഫ്ലോറിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് വരുമ്പോഴത്തേക്കും മാറ്റ് ഫിനിഷാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിങ്കും കാര്യങ്ങളൊക്കെ വെച്ചാണ് കംപ്ലീറ്റ് ആക്കി വർക്ക് ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. കിച്ചണിൽ നമുക്ക് നേരെ ഇറങ്ങി
വീട്ടിൽ കയറുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 14x10 റൂമിൻ്റെ ഡയമെൻഷൻ. ഫ്ലോറിംഗ് എല്ലാം തന്നെ കച്ചേരിയുടെ ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ വരുമ്പോഴത്തേക്കും ഒരു വാർഡ്രോബ്സ് വെച്ചിട്ടുണ്ട്. പ്രൊഫൈൽ ചാനലിനകത്ത് കൊടുത്തുകൊണ്ട് ഒരു വാർഡ്രോബ്സ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിത്ത് ഡ്രസ്സിങ് ഏരിയയാണ് ഈ വാർഡ്രോബ്സ് വരുന്നത്. ഹോൾ സീലിംഗ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും മുകളിൽ വുഡ് വർക്കൊക്കെ വന്നിട്ട് അതിനകത്ത് പ്രൊഫൈൽ ചാനലൊക്കെ യൂസ് ചെയ്ത് നല്ല മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷ് ആയ ടൈൽസ് ആണ് ചുമരിൽ യൂസ് ചെയ്തത്. നമുക്ക് നേരെ ഇനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് ഒക്കെ തന്നെ നമുക്കിതെല്ലാം സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് വുഡൻ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. നല്ല ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ തന്നെയാണ് അതൊക്കെ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നമുക്ക് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും താഴെ നമുക്ക് പ്രൊഫൈൽ ചാനലെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടെക്സ്ചർ വർക്കൊക്കെ വരുന്ന ഒരു വോളാണ് ഇവിടെ നിന്ന് മുകൾ വരെ നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ടെറാക്കോട്ട മെറ്റീരിയൽ വെച്ച് യൂസ് ചെയ്യുന്ന ഫർഗോള ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ നമുക്ക് മെയിൻ ഹാൾ എന്ന് പറയുമ്പോഴത്തേക്കും 20x12 ഹാളിൻ്റെ ഡയമെൻഷൻ. ഫ്ലോറിംഗ് എല്ലാം തന്നെ കച്ചേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ വരുമ്പോഴത്തേക്ക് ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റും നമുക്ക് ഡെക്കറേഷനായിട്ട് പ്രൊഫൈൽ ചാനലെല്ലാം യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് നമുക്ക് TV യൂണിറ്റ് ഏരിയ വന്നിട്ടുണ്ട്. ഒരു സ്റ്റാൻഡേർഡ് രീതിയിലുള്ള TV യൂണിറ്റ് ഏരിയയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ട് എല്ലാം മനോഹരമാക്കി തീർത്തിരിക്കുന്ന ഒരു ഏരിയ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു മെയിൻ ഹാൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഫ്ലോർ പ്ലാനായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. 12x10 ഡയമെൻഷൻ വരുന്ന നല്ല ഒരു അടിപൊളിയായിട്ടുള്ള റൂമാണ് ഈ കാണുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് കജേരിയുടെ ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വാർഡ്രോബ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഫോൾ സീലിംഗ് ആയിട്ട് താഴെ കണ്ടതുപോലെ തന്നെ വുഡൻ പാനൽ പോലത്തെ ഒരു വർക്കും ചെയ്തിട്ടും അല്ലാതെ തന്നെ പ്രൊഫൈലിൽ ചാനലും ഡെക്കറേഷനായിട്ട് കൊടുത്താണ് ചെയ്ത് തീർത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂമിൻ്റെ ഏരിയ എല്ലാം കവർ ചെയ്ത് തീർത്തിരിക്കുന്നത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിലൂടെ നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. 14x10 റൂമിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേരിയുടെ ക്വാളിറ്റി ടൈൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ റൂംസിലും ഏകദേശം ഒരേപോലത്തെ ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെ സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക് ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് വാർഡ്രോബ്സ് ബിൽഡാണ്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഒരു വാട്ടർ ഹീറ്റർ കാര്യങ്ങളെല്ലാം അതിൻ്റെ പ്രൊവിഷൻസ് എല്ലാം വെച്ചിട്ടാണ് ഈ ബാത്റൂം കംപ്ലീറ്റ് ചെയ്തത്. നേരെ കാണുന്നതാണ് നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം. ഇത് നമുക്ക് 14x10 ഡയമെൻഷൻ വരുന്ന ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂമും. ഫ്ലോറിംഗ് എല്ലാം തന്നെ കജേര ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ മുകളിൽ വരുമ്പോഴത്തേക്കും നമുക്ക് പ്രൊഫൈൽ ചാനൽ കൊടുത്ത വുഡൻ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ഒരു ഫോൾ സീലിംഗ് വർക്ക് വന്നിട്ടുണ്ട്. ഈ കാണുന്നത് നമുക്കൊരു വാർഡ്രോബ്സ് ആണ് ഈ റൂമിൽ ഫിക്സ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. സ്പേഷ്യസ് ആയിട്ട് വരുന്ന ഒരു ബാത്റൂമാണ് ഇവിടെ വരുന്നത്. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. നേരെ നമുക്കിനി വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി.
ഇങ്ങനത്തെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള വൈഡ് ഏരിയ ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ. താഴെ നമുക്ക് വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ടൈലും കാര്യങ്ങൾ യൂസ് ചെയ്താണ് ഇതിൻ്റെ ഫ്ലോറിങ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ഈ ടൈലിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലെല്ലാം നമുക്ക് ഫോൾ സീലിംഗ് വർക്കായിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഫാൻസി ലൈറ്റ് ഡെക്കറേഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഗ്രിൽ ബാർസും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ നമുക്ക് ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ചെയ്ത് തീർത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽസ് ഒക്കെ തന്നെ സ്റ്റീലിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഗ്ലാസിൻ്റെ വർക്കും അവിടെ വന്നിട്ടുണ്ട്. മുകളിലോട്ട് പോകാനുള്ള എൻട്രൻസ് ഈ വഴിയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഏരിയ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നല്ലൊരു വ്യൂ തന്നെയാണ് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏരിയയാണ്. ഇതിൻ്റെ ഡയമെൻഷൻ 12x12 ഈ ഒരു ഏരിയയുടെ ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെ മനോഹരമാക്കി വന്നിരിക്കുന്ന കണ്ടംപററി ഡിസൈനുള്ള വീടിൻ്റെ ഇത് നമുക്ക് വരുന്നത് ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ മാറി തിരുമലയ്ക്ക് സമീപം പണിതിരിക്കുന്ന 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം ഉൾപ്പെടെ പണിതിരിക്കുന്ന മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 80 ലക്ഷമാണ്, 80 lakhs ആണ്. അത് നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പം ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് ഹോം ലോൺ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക.